ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നലെ നമ്മളൊരു മുട്ടയുടെ വെള്ളം വെച്ചിട്ട് അടിപൊളി ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ആ പാക്കിൻ്റെ റിസൾട്ട് ഇപ്പോഴും നല്ല റിസൾട്ട് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ആ റിസൾട്ടിൻ്റെ ഇത് പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾക്ക് നല്ല പോലെ ഒന്നും കൂടി ബ്രൈറ്റനിങ് ആയിട്ട് തോന്നുന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മുഖത്ത് വേറെ ഒരു സാധനം ചെയ്തിട്ടില്ല. നോർമലി നേച്ചുറലായിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടണ ഒരു പാക്കാണ്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നും മുട്ടയുടെ വെള്ളം വെച്ചിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. അത് ഞാൻ ഇട്ട് കാണിക്കില്ല. എന്ന് വെച്ചാൽ ഇട്ട് കാണിച്ചാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇന്ന് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാനായിട്ട് പറ്റില്ല. നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ തന്നെ നല്ല റിസൾട്ട് കിടക്കണോണ്ട് ഇന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും ചില ആൾക്കാർ കാണുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലത്തെ കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മുട്ട പൊരിക്കാത്തവർ മുട്ട കഴിക്കാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. മുട്ട പൊരിക്കുമ്പോൾ നമുക്കതിലൊരു 1/4 ടീസ്പൂൺ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലേ, ഞാൻ ചെയ്യണതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്ത് ഇങ്ങനെ ഒരു വാറലുണ്ടാവില്ലേ, ആ വാറലാണ് ഞാൻ എടുത്തിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാറ്. അതൊരു 10 മിനിറ്റ് നേരം മുഖത്തിരുന്ന് നമുക്കത് കഴുകി ജസ്റ്റ് ഒന്ന് കഴുകി പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അങ്ങനെയും നമുക്ക് നല്ലതാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചുളി വരാതിരിക്കും. അതുപോലെ തന്നെ മുഖം നല്ല ബ്രൈറ്റ് ആവും, നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഈ തൂങ്ങൽ പ്രശ്നങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഈ ഒരു സാധനം തേക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ മുഖത്തൊരു മസാജ് കൊടുക്കും. ആ മസാജ് തന്നെ മതി നമ്മുടെ മുഖം നേരേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 2 മിനിറ്റ് നേരം ഒന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ. അത് നമ്മൾ ചെയ്തിട്ട് ആ ഒരു വലിയണ ഒരു പരിവുണ്ടല്ലോ അത് മതി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കഴുകി കളഞ്ഞു, അത്ര മാത്രം മതിയാവും. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഇച്ചിരി മുട്ടയുടെ വെള്ളം എടുക്കുക. പൊരിക്കണ സമയത്ത് നമ്മളത് ഉപയോഗിക്കണം, വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് മുട്ടയുടെ വെള്ളം പകുതിയിൽ മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് അരിപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി മുഖത്തിടാം. അതും നല്ലൊരു ഓപ്ഷനാണ്. എന്നും ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 വട്ടോ 3 വട്ടോ സൗകര്യം പോലെ ചെയ്താൽ മതി. ഇപ്പോൾ എന്ന് ചെയ്താലും കുഴപ്പമുള്ള കാര്യമില്ല, നല്ലതാണ്. എല്ലാ സ്കിന്നുകാർക്കും യോജിച്ചൊരു കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ രീതിക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളം എടുക്കുക, അതുപോലെ തന്നെ അരിപ്പൊടി എടുക്കുക, പിന്നെ നമുക്ക് ഇച്ചിരി പാലും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം മുഖത്ത് ചെയ്യുക, ഒരു മസാജ് കൊടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകി കളയുക. അപ്പോൾ കാണുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത്, അടിപൊളിയാണ് കേട്ടോ. ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യങ്ങൾ നിങ്ങളത് പറഞ്ഞിട്ടൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ഇന്നലത്തെ പാക്കും നല്ല കിടു കാപ്പിപ്പൊടി പറ്റുന്നവരാണെങ്കിൽ ആ ഒരു പാക്ക് അടിപൊളിയാണ്. നിങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അത് ഇട്ടിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്ത് അത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നോർമലി, അതായത് ഡ്രൈനെസ്സൊക്കെ മാറ്റിയെടുക്കാനായിട്ട് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഡെയിലി അത് മുഖത്ത് തേക്കുന്നത് നല്ലതാണ്. കിടക്കുമ്പോൾ ആയാലും കുഴപ്പമില്ല, നേരം വെളുത്ത് ആ 2 നേരത്ത് നമുക്കത് മുഖത്ത് തേക്കാം. കഴുകി കളയുന്ന യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അത് മുഖത്തേക്ക് അബ്സർവ് ആയിട്ട് പോകും. അപ്പോൾ 2 തുള്ളി എടുക്കാം, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റാണ്. നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മുഖത്ത് നല്ലൊരു ഒരു കുഞ്ഞുണ്ണികളുടെ മുഖം പിടിക്കില്ലേ, അതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ മുഖമൊക്കെ കേട്ടോ. ഞാൻ എന്നെ പൊക്കി പറയല്ല, നമുക്ക് നമ്മുടെ മുഖം പിടിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഇന്നലത്തെ പാക്കിൻ്റെ ഗുണമാണ്. പിന്നെ നമ്മൾ ഡെയിലി ഇവിടെ ഓരോ പാക്കുകൾ ഇടുമ്പോൾ നമ്മുടെ മുഖം ഭയങ്കര ടഫായിട്ട് നിൽക്കില്ല, നല്ല ഒരു രീതിക്ക് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി നല്ല നല്ല പാക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പറ്റാവുന്നവരൊക്കെ കയറി കാണാം. പിന്നെ ഇനിയിപ്പോൾ പാലൊഴിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തവരാണെന്ന് വെച്ചാൽ തൈരൊന്നും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ആ മുട്ടയുടെ വെള്ളയിൽ ഇച്ചിരി റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാം ചെയ്യുമ്പോൾ വല്ലാണ്ട് വലിയാനായിട്ട് അനുവദിക്കരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം മുട്ടയുടെ വെള്ളയുടെ ആ ഒരു വലിച്ചിലറിയാം. പക്ഷേ ആ സമയം നിങ്ങൾ സംസാരിക്കരുത്. ആ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും വായടച്ചൊന്നും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്കിന്ന് ടൈറ്റ് ആവാനാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുളിച്ചിൽ കൂടാനും ഇത് സഹായിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിലും നമുക്ക് വിചാരിച്ച രീതിയിൽ റിസൾട്ട് കിട്ടില്ല. അത് നമുക്ക് ചുളിച്ചിൽ കൂട്ടാനേ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് നേരം വേണ്ടു. ആ 10 മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുക. നമുക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് നല്ല രീതിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും മിക്ക ആൾക്കാരും മുട്ട ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കത് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ചുളിച്ചിൽ പോകാനായിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയാണ്. അത് മുഖത്തേക്ക് മാത്രമല്ല നമ്മുടെ കയ്യുമ്മലേക്കായാലും നല്ലതാണ്. പിന്നെ നമ്മൾ ഓരോ ക്രീമുകൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതായാലും പറ്റി കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. നമുക്ക് കാലിൻ്റെ ഉള്ളത് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മുഖത്തിനുള്ളത് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിക്ക് മസാജ് കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ്. അത് കുറേ നേരം നിങ്ങൾ ചെയ്യണ്ട. ആ ജസ്റ്റ് നമ്മളൊന്ന് ഒരു 2-3 തുള്ളി എടുത്തിട്ട്
ഒന്നിങ്ങനെ തേക്കുക, നല്ല രീതിക്ക് മസാജ് കൊടുക്കുക. അതായത് ഞാൻ എല്ലാത്തിലും ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ മസാജ് കൊടുക്കുന്ന രീതികളൊക്കെ. അപ്പോൾ ആ രീതിക്കൊക്കെ നല്ല ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ എപ്പോഴും നമ്മൾ കയ്യിന് എപ്പോഴും എൻ്റെ ഇവിടെ വരുന്നത് ഇത് വെച്ചിട്ട് നല്ല രീതിക്കൊക്കെ ഇങ്ങനെ മസാജ് കൊടുക്കുക. ഞാൻ ഇന്നലത്തേൽ നല്ല മസാജിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയാണ് നമ്മുടെ കണ്ണിൻ്റെ ഇടയിലുള്ള വീർമതകൾ, അനാവശ്യമായിട്ടുള്ള വീർമതകൾ, അതേപോലെ തന്നെ കറുപ്പ് നിറം ഒക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ട് ആ ഒരു ക്രീമൊക്കെ നല്ലപോലെ സഹായിക്കുക. അതിലടങ്ങിയിട്ടുള്ള ഓരോ ഐറ്റംസും നമുക്ക് നല്ല റിസൾട്ട് കിട്ടണം. വൈറ്റമിൻ ഇ ആയാലും ഗ്ലിസറിൻ ആയാലും റോസ് വാട്ടർ ആയാലും നല്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ലൊരു മാറ്റം അറിയാൻ പറ്റും. അതേപോലെ തന്നെ നല്ല മുഖം നമ്മുടെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നമുക്ക് നമ്മുടെ മുഖത്ത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഒരു ടൈറ്റനിങ് ഉണ്ടാവില്ല നമുക്ക്. ടൈറ്റനിങ് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഉണ്ടല്ലോ നമ്മുടെ മുഖത്തിന് നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യത്യാസം നമ്മൾ തോന്നിക്കില്ലേ. ടൈറ്റനിങ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നത്. ആ ടൈറ്റനിങ് അല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചിലവരെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരെ സ്കിന്നിനൊരു പ്രത്യേകത തോന്നിക്കും. അതൊക്കെ പോയിട്ട് നല്ല ഉണ്ണികളുടെ പോലെയൊക്കെയുള്ള സ്കിന്നായിട്ട് മാറാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ക്രീമുകളും നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇന്നത് ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് ഇന്ന് പോയിട്ടില്ല. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നത്. ഇതിൽ വേറെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല കേട്ടോ. നോർമലി ഒരു പൊട്ട് മാത്രം കുത്തി കണ്ണെഴുതിയിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ്. വേറെ ഒന്നും പൗഡർ പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും നല്ല റിസൾട്ടാണ്. നമ്മളൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അത് വിശ്വാസം വരണമല്ലോ. അത് വിചാരിച്ചിട്ടാണ് നമ്മൾ നേച്ചുറലായിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ മുഖത്ത് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്നലത്തെ നമ്മുടെ പാക്കിന് റിസൾട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്കാണ് ഒന്നും കൂടിയും കൂടുതൽ തോന്നിക്കുക എന്നുള്ളത്. അത് സത്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നും മുട്ടയുടെ വെള്ളയുടെ പാക്ക് തന്നെ ഇന്നും പറഞ്ഞത്. ചെയ്ത് കാണിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുഖത്ത് ഇനി അത് ചെയ്ത് കാണിച്ചാൽ അതിൻ്റെ റിസൾട്ട് കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. കിഡ് റിസൾട്ട് തന്നെയാണ്. ഇതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.